നമസ്കാരം. ജാതകത്തിൻ്റെ പുറകെ പോയിട്ട് ഒരു ടീമിനും കൂടി മുട്ടം പണി കിട്ടി സുഹൃത്തുക്കളെ. മുട്ടം പണി അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച നമ്മൾ വളരെ ഭാഗത്തേക്ക് പെണ്ണ് കാണാൻ പോവുകയുണ്ടായി. പെണ്ണ് കാണുന്നേക്കാൾ മുന്നേ ഈ പയ്യൻ്റെ അമ്മ ജാതകം കൊണ്ടുപോയി നോക്കിയപ്പോൾ നല്ല പൊരുത്തം പറഞ്ഞൊരു പണിക്കര്. എന്നിട്ടാണ് ഞങ്ങൾ പെണ്ണ് കാണാൻ പോയത്. പെണ്ണ് കണ്ടു, ചെക്കനും പെണ്ണും ഇഷ്ടമായിട്ടോ. ഇഷ്ടമായി പിറ്റത്തെ ഞായറാഴ്ച അവരൊരു 15 ആള് ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബുധനാഴ്ച പെൺകുട്ടിയുടെ അമ്മാമ്മ കൊണ്ടുപോയിട്ട് ജാതകം വേറൊരു പണിക്കരെ കൊണ്ട് നോക്കിയപ്പോൾ ആകെ ചേരില്ല എന്നെന്തോ പറഞ്ഞിട്ട് ആകെ ബുദ്ധിമുട്ടായി. അവർ വിളിച്ചു പറഞ്ഞു ഇനി അത് നടക്കില്ല, മുന്നോട്ട് പോവില്ല. മനസ്സിലായോ? ഈ പയ്യൻ്റെ വീട്ടിൽ 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ മകന് ദോഷം വരുന്ന കാര്യം ആമ്മ ചെയ്യോ? ചിന്തിച്ചൂടെ? ഒരിക്കലും ചെയ്യില്ല. പക്ഷെ ഈ ജാതകത്തിൻ്റെ ഈ 2 വ്യക്തികൾ പണിക്കന്മാർ 2 തരത്തിൽ പറഞ്ഞത് കൊണ്ടാണ് ഈ കല്യാണം ഒഴിവായത്. ഞാൻ നടന്ന് ചെരുപ്പ് തയ്യാന്നല്ലാണ്ട് കാര്യമൊന്നുമില്ല തോന്നുന്നുണ്ട് ഹിന്ദുക്കളുടെ പിന്നാലെ നടന്നിട്ട്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ. ക്രിസ്ത്യൻസും മുസ്ലിമും ഒക്കെ എന്ത് സുഖ പോവുക, കണ്ട ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കുക. ഇതിപ്പോൾ ജാതകത്തിൻ്റെ ജാതകം നോക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ജാതകം ഒരു 3-4 ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി നോക്കി കഴിഞ്ഞാൽ പലതരത്തിൽ പറയുന്നത് കൊണ്ട് ജനങ്ങൾ ഇട്ടാവട്ടം കറങ്ങുകയാണ്. പ്ലീസ്, എന്താ ചെയ്യണ്ട്? എന്തെങ്കിലും ആവട്ടെ. ഞാൻ ഇന്നൊരു 10 കുട്ടികളുടെ ഡീറ്റെയിൽസ് തരുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം കേട്ടോ. പിന്നെ ഫ്രീ സർവീസ് അല്ല കേട്ടോ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ്. നായർ കാസ്റ്റിൻ്റെ 10 കുട്ടികളാണ്. ഡീറ്റെയിൽസ് കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഓക്കെ. കുട്ടിയുടെ പേര് എ, 24 വയസ്സ്, ചിത്തിര നക്ഷത്രം, 172 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വെളുത്ത നിറം. അതേപോലെ ക്വാളിഫിക്കേഷൻ BCom MBA ആണ്. അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയാണ്, പെരുമ്പിലാവാണ് സ്ഥലം വരുന്നത്, ചിത്തിര നക്ഷത്രം. ശുദ്ധ ജാതകം, നോട്ട് മാച്ച്. അടുത്ത കുട്ടിയുടെ പേര് B, 25 വയസ്സ്, പൂരം നക്ഷത്രം, 154 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വെളുത്ത നിറം. ക്വാളിഫിക്കേഷൻ BA LLB MBA ആണ്. കൊല്ലം ജില്ലയാണ്, കച്ചേരി. കൊല്ലം ജില്ല, പൂരം നക്ഷത്രം. അടുത്ത കുട്ടിയുടെ പേര് C, 26 വയസ്സ്, പുരുരുട്ടാതി നക്ഷത്രം, 164 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വെളുത്ത കുട്ടിയാണ്. ക്വാളിഫിക്കേഷൻ BSc സ്റ്റഡിയിങ് B.Ed. സ്ഥലം കോഴിക്കോട്, പുരുരുട്ടാതി നക്ഷത്രം. അടുത്ത കുട്ടിയുടെ പേര് D, 25 വയസ്സ്, ചിത്തിര നക്ഷത്രം, 162 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വെളുത്ത കുട്ടിയാണ്. ക്വാളിഫിക്കേഷൻ MBA HR എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മലപ്പുറമാണ് സ്ഥലം വരുന്നത്, ചിത്തിരയാണ് നക്ഷത്രം. അടുത്ത കുട്ടിയുടെ പേര് E, 26 വയസ്സ്, വിശാഖം നക്ഷത്രം, 5-4 ഹൈറ്റ്, ക്വാളിഫിക്കേഷൻ BTech ആണ്. അതേപോലെ അവരുള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ. വിശാഖം നക്ഷത്രം. അടുത്ത കുട്ടിയുടെ പേര് F, 29 വയസ്സ്, പൂരാടം നക്ഷത്രം, 161 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വൈറ്റിഷ് കളറാണ്. ക്വാളിഫിക്കേഷൻ BSc ഫിസിക്സ് ആണ്. സിവിൽ സർവീസ് ആണ്. കോഴിക്കോട് ജില്ലയാണ്, ചെന്നൈയിലാണ് അവരുള്ളത്. പൂരാടം നക്ഷത്രം. അടുത്ത കുട്ടിയുടെ പേര് G, 26 വയസ്സ്, പൂയം നക്ഷത്രം, 152 സെൻറ്റിമീറ്റർ ഹൈറ്റ്, MTech ആണ്. എറണാകുളം ജില്ല, പൂയം നക്ഷത്രം. അടുത്ത കുട്ടിയുടെ പേര് H, 26 വയസ്സ്, അശ്വതി നക്ഷത്രം, 173 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വെളുത്ത നിറം. ക്വാളിഫിക്കേഷൻ BTech ഫ്രം GEC തൃശ്ശൂരാണ്. MTech ഫ്രം IIT ഗുവാഹട്ടിയാണ്. ഇവരുടെ സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂരാണ്. അശ്വതി നക്ഷത്രം. അടുത്ത കുട്ടിയുടെ പേര് I, 24 വയസ്സ്, പുരുരുട്ടാതി നക്ഷത്രം, 157 സെൻറ്റിമീറ്റർ ഹൈറ്റ്, ക്വാളിഫിക്കേഷൻ BArch ഡിഗ്രി ഫ്രം ക്രൈസ്റ്റ്. സ്ഥലം അവരുടെ തിരുവല്ലയാണ്, പത്തനംതിട്ട ജില്ല. അവരുള്ളത് പൂനെ മഹാരാഷ്ട്രയിലാണ്. പുരുരുട്ടാതിയാണ് നക്ഷത്രം.
അടുത്ത കുട്ടിയുടെ പേര് ജെ, 27 വയസ്സ്, ആയില്യം നക്ഷത്രം, 156 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വെളുത്ത കുട്ടിയാണ്. ക്വാളിഫിക്കേഷൻ MA B.Ed ഇംഗ്ലീഷാണ്. ചാത്തന്നൂരാണ് സ്ഥലം വരുന്നത്, പാലക്കാട് ജില്ല. ശുദ്ധജാതകവും കൂടിയാണ്, ആയില്യം നക്ഷത്രം. അപ്പോൾ ഇത്രയും കുട്ടികളുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും നിർബന്ധമായിട്ടും നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള വിവാഹം നടക്കാതെ ഇരിക്കുന്ന പയ്യന്മാരുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് അനുയോജ്യമാണ്, പറ്റുന്നതാണ് എങ്കിൽ ഒരു കല്യാണമെങ്കിലും നടന്നോട്ടെ, പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.